ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ ടെലിവിഷൻ വെച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടാവില്ലേ? ഇല്ലേ? എന്താ ഇവിടെ കണ്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു പരിധിവരെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ പൊതു സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ തരക്കേടില്ലാതെ റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പോലും നുണകളുടെ കുത്തൊഴുക്കാണ് മാധ്യമങ്ങളിലൂടെ ഉണ്ടായത്, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളിലൂടെ. ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ സംഘർഷം. ഓക്കെ, നമ്മുടെ ഒരു നിതാന്ത ശത്രുവിനെ നമ്മൾ അങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന മട്ടിലാണ് അവരോട് യുദ്ധം ചെയ്യാനായിട്ട് ഈ പറയുന്ന വാർത്ത വായിക്കുന്ന ചേട്ടന്മാരെല്ലാം കൂടെ, ചേച്ചിമാരും എല്ലാം കൂടെ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന മട്ടിലാണ് നമുക്ക് തോന്നുക. ഇവരവിടെ എന്തോ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണെന്ന് തോന്നുന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടന്നോ? നടന്നോ? ഇല്ലടോ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ അത് യുദ്ധമല്ലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പണ്ട് യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടന്നത് സംഘർഷം. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? യുദ്ധം. ഇത് രണ്ട് സംഗതിയാണ്. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സംഗതി അല്ല. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്ന മേഖല ഏതാണ്? യുദ്ധം എന്നൊന്നും പറയാനില്ല, കൂട്ടക്കൊല നടക്കുന്ന ഒരു മേഖല ഏതാ ലോകത്ത്? ഗാസ, പലസ്തീനിൽ ഗാസയിൽ കൂട്ടക്കൊല നടക്കുകയാണ്. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് പലസ്തീനൊപ്പമാണ്. പക്ഷേ നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിനൊപ്പം നിൽക്കുന്നവരും എല്ലാം നമുക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീതി എന്താണ്? നമ്മൾ ഇസ്രായേലിന്റെ ഒപ്പമാണ് എന്നുള്ള പ്രതീതിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ കൂട്ടക്കുരുതിക്ക് നമ്മൾ കൂടി കൂട്ടു നിൽക്കുന്നു, അതിലൊരു ന്യായമുണ്ട് എന്ന മട്ടിലാണ് നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾ പോലും ആ നിലയ്ക്കാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് യാസർ അറാഫത്തിന്റെ കാലത്ത് അവിടെ 10 പേർ കൊല ചെയ്യപ്പെട്ടാൽ അതൊരു വലിയ വാർത്തയായി ഈ ലോകം അറിഞ്ഞിരുന്നു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഇന്ത്യ പ്രത്യേകിച്ച് അത് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എത്ര പേര് കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വടകര താലൂക്കാണല്ലോ അല്ലെ? വടകര താലൂക്കിനേക്കാൾ ചെറിയൊരു പ്രദേശം, അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കിന് 372 സ്ക്വയർ കിലോമീറ്റർ എങ്ങാണ്ടാണ് വിസ്തൃതി. വെറും 360 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഗാസ എന്ന സ്ഥലത്ത്, അപ്പൊ അതായത് ഈ വടകര മണ്ഡലത്തിൽ അല്ലെങ്കിൽ വടകര താലൂക്കിൽ ഒറ്റയടിക്ക് ഒരു 1-2 വർഷം കൊണ്ട് നിരന്തരം ബോംബ് വർഷിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ എങ്ങനെ ഇരിക്കും? അവിടെയുള്ള ഈ വടകര താലൂക്കിലുള്ള 52,000 പേർ 2 വർഷം കൊണ്ട് കൊല്ലപ്പെടുന്നു എന്നുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാവും? കൊല്ലപ്പെടുന്നു എന്നുള്ള സാഹചര്യം. ഒരാഴ്ച ഭക്ഷണം എത്തിക്കാൻ വൈകിയാൽ 18,000 കുട്ടികൾ വിശപ്പ് കൊണ്ട് മരിക്കും എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്ന ഒരു വടകര താലൂക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് യുദ്ധം. അപ്പോഴാണ് ഇവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. യുദ്ധം വേണം. എവിടെ നോക്കിയാലും അതെ അല്ലേ? സോഷ്യൽ മീഡിയയിൽ അടക്കം തകർക്കണം, പാകിസ്ഥാനിൽ കയറി അടിച്ച് തകർക്കണം എന്നുള്ള മുറവിളിയാണ്. യുദ്ധം അങ്ങനെ ഏകപക്ഷീയം അല്ല. ഒരിടത്തും യുദ്ധത്തിൽ ഇരുപക്ഷത്തിനും നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മളൊക്കെ അനുഭവിക്കും. കാരണം 2 ആണവ രാഷ്ട്രങ്ങളാണ്. ഗാസയിൽ കണ്ടതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ കാര്യങ്ങൾ നടക്കും. ഒരു താലൂക്കിന്റെ വലിപ്പമുള്ള ഒരു പ്രദേശത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്താണ്? അങ്ങേയറ്റത്തെ ജിങ്കോയിസം. ഭയങ്കര ഒരു നായക തുല്യമായ കാര്യം ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ചെയ്യുന്നത്. ഒരു യുദ്ധം എന്നത് ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ മാത്രം സംഭവിക്കേണ്ട ഒന്നാണ്. ഒരാവശ്യവും ഇല്ലാതെ ചെയ്യേണ്ട ഒന്നല്ല യുദ്ധം എന്ന് പറയുന്നത്. ഇവിടേക്ക് ഇന്ത്യയിൽ പഹൽഗാമിൽ ഇന്ത്യക്കാരായ 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വളരെ സാധാരണക്കാരായ പൗരന്മാരെ ഭീകരവാദികൾ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി ഉറപ്പായി കൊടുക്കണം. ആ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഭീകരവാദികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒത്തിരി ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്, ഇല്ലേ? ഇവിടെയൊക്കെ ഇവിടെ ഒരു മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ പോലീസൊക്കെ നിന്ന് ആളുകളെ നിയന്ത്രിക്കുന്നതും സുരക്ഷാ പരിശോധനയൊക്കെ നടത്തുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷ വേണ്ട ഒരു സ്ഥലമാണ് എന്തായാലും കാശ്മീർ. കാരണം അവിടെ എന്നും പ്രശ്നം നടക്കുന്നതാണ്. ഒരു പോലീസുകാരനില്ലായിരുന്നു അവിടെ. ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഒരു പോലീസുകാരൻ പോലും ഇല്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു.
അപ്പോ അങ്ങനെ ആളുകൾ എങ്ങനെയാണ് ഇവിടേക്ക് ഈ ഭീകരവാദികൾ എത്തിയത്, എങ്ങനെയാണ് ഈ 10-26 പേരെ കൂട്ടക്കൊല ചെയ്തത്, അത് അന്വേഷിക്കണം, അതിന്റെ കാരണം കണ്ടെത്തണം, ആ ഭീകരവാദികൾക്കെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കണം, അത് ചെയ്യാം. പക്ഷേ ഒരു യുദ്ധമുണ്ടാവുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക, ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക, ആളുകളെ ആ ജിങ്കോയിസം എന്ന് പറയും, ഈ യുദ്ധഭ്രാന്തിന് ജിങ്കോയിസം എന്നാണ് പറയുന്നത്, ആ യുദ്ധഭ്രാന്തിലേക്ക് കൊണ്ടുവിടുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ ഈ സുരക്ഷാ വീഴ്ചയെല്ലാം സമ്പൂർണ്ണമായി ഈ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന പ്രതീതിയാണ് ഉണ്ടായത്. ഈ ചോദ്യങ്ങളൊന്നും ഒരുത്തനും ചോദിച്ചില്ല. പകരം എന്താ, ആ യുദ്ധം ചെയ്യട്ടെ, യുദ്ധം അടിച്ച് പൊളിക്കാൻ, തകർക്കാം, ഇതാണ് മൂഡ്. അങ്ങനെ എങ്ങനെയാ ശരിയാവുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മൾ മാധ്യമങ്ങൾ ആ സമയത്ത് ഈ യുദ്ധം എന്ന് അവർ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ സമയത്ത് പറഞ്ഞ പച്ച കള്ളങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മളതൊക്കെ ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചു. ടൈംസ് നൗ ഭാരത് എന്ന് പറയുന്ന, ടൈംസ് നൗ ഭാരത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതായത് ബെന്നറ്റ് ആൻഡ് കോൾമാൻ കമ്പനിയുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ടൈംസ് നൗ. ഈ ടൈംസ് നവഭാരത് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടന്നു എന്നാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറ്റവും എക്സ്ട്രീം സ്റ്റെപ്പാണ് ഒരു യുദ്ധത്തിൽ. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നപ്പുറത്തേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള യുദ്ധത്തിൽ കരസേന ഏർപ്പെടുന്നു എന്നുള്ളത്. ഒരു ദിവസം ഈ നുണയവർക്ക് ഓടിക്കാൻ പറ്റി, ഒരു ദിവസം. ഇതുകൊണ്ട് സംഭവിച്ചതെന്ന് അറിയാം, ഈ ലോകം മുഴുവൻ നമുക്ക് നാണക്കേടുണ്ടായി. ഈ മാധ്യമങ്ങൾ ലോകം മുഴുവൻ ഈ രാജ്യത്തെ നാണം കെടുത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ഇസ്ലാമാബാദ് പിടിച്ചെടുത്തു എന്നാണ് സീ ന്യൂസ് പറഞ്ഞത്. ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ തലസ്ഥാനം, അത് പിടിച്ചെടുത്തു എന്നാണ് സീ ന്യൂസ് പറഞ്ഞത്. ആലോചിച്ചു, ഒരു ചാനലാണ്, അതായത് അത്രയധികം വ്യൂവർഷിപ്പ് ഉള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം, ഒരു ടെലിവിഷൻ ചാനൽ ആ നിലയ്ക്കുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. അതുമാത്രമല്ല, ഇപ്പോൾ ആജ് തക്ക് പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ തീവ്രവാദികൾ സൈനിക യൂണിറ്റുകളിൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞു. ഇന്ത്യൻ സൈനിക യൂണിറ്റുകളിൽ ആക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളിൽ കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുക, കൂടുതൽ ആശങ്കയുണ്ടാക്കുക, യുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിളി കൂടുതൽ സജീവമാക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സുരക്ഷാ വീഴ്ച എന്നത് സമ്പൂർണമായി മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിലേക്ക് പോകാതെ അതിനപ്പുറത്തുള്ള വേണ്ട, നമുക്കിപ്പോൾ ഒരു നടപടിയൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം, ശരി, പക്ഷെ യുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിളിയും ഈ വ്യാജ പ്രചാരണവും എന്തിനാണ് എന്നുള്ള പ്രശ്നമുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ വീണു പോകുന്നതാണ്. ഇപ്പൊ കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്നുള്ളത്, അതാണ് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ പരിഹസിക്കാൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. കറാച്ചി പോർട്ട് ഇന്ത്യ ആക്രമിച്ചു, INS വിക്രാന്ത് അവിടെ പോയി കിടന്നിട്ട് ആക്രമിച്ചു എന്നാണ്. ഇതിനകത്ത് ഈ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ, യുദ്ധം എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധം എപ്പോഴെങ്കിലും സംഭവിക്കുന്നതായിരിക്കും. സ്വന്തം രാജ്യം പങ്കെടുക്കുന്ന ഒരു യുദ്ധം വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് എല്ലാവരും റിപ്പോർട്ട്, ഇപ്പൊ ഞങ്ങൾ തന്നെ പറയാറുണ്ട്, ഇപ്പൊ ഈ കാർഗിൽ വാറാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ കണ്ട ഒരു ഭാഗിക യുദ്ധം എന്ന് പറയുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത മലയാളം ടെലിവിഷനിലെ ജേർണലിസ്റ്റുകൾ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളത് 4-5 പേരാണ്. അതിനപ്പുറത്തുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ ഇത് പഠിക്കണമല്ലോ, പഠിച്ചു വേണം അത് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ വസ്തുത തന്നെ വേണം പറയാൻ. കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്ന് പറയുന്നത് എന്താണ്? INS വിക്രാന്ത്. INS വിക്രാന്ത് എന്താണ്? ഒരു നാവികസേനയാണ്, നാവികസേനയുടെ പടക്കപ്പലാണ്. നാവികസേന എപ്പോഴാണ് ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങുക? ഏറ്റവും ഒടുവിലാണ് നാവികസേന കടക്കുക. ഇത് സംഘർഷം ആരംഭിച്ച് രണ്ടാമത്തെ ദിവസമല്ല, 1ാമത്തെ ദിവസം ഈ മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവിടെ INS വിക്രാന്ത് കറാച്ചി ആക്രമിച്ചു എന്ന്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഉണ്ടാവുന്നില്ല. ഇപ്പൊ എല്ലാ വാർത്തയും ആദ്യം കൊടുക്കണം. ഇപ്പൊ നമ്മളൊക്കെ, ഞാനും സമാന്തരമായി ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ മുഖ്യധാരാ മാധ്യമത്തിൽ തന്നെ ഇപ്പൊ വീണ്ടും ജോലി ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഈ തെറ്റുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. കറാച്ചിയിലെ ആക്രമണം എന്നുള്ള വാർത്തയടക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു കാരണമുണ്ട്. അതിൽ തെറ്റ് കാണുമ്പോൾ ആ നിമിഷം നമ്മളത് തിരുത്തി, ആ നിമിഷം തന്നെ. പിന്നെ ആ തെറ്റ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതുകൂടി ഒരു പ്രശ്നമാണ്. ഇപ്പോ ബർഖാദത്തിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം ഇത് സ്ഥിരീകരിക്കുന്നു. എന്നിട്ട് നമ്മളൊന്നും കൊടുത്തില്ല. അതൊക്കെ ബാക്കി മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത പോകുമ്പോൾ നമ്മളുടെയൊക്കെ ഡെസ്കിൽ ഇരുന്ന് പിള്ളേർ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥരാകുന്നുണ്ട്. ചേട്ടാ, ഇത് കൊടുക്കാൻ മേലെ, ഇത് കൊടുക്ക്, സ്ഥിരീകരിക്കുക, ഇത്രയും ഇവരെല്ലാവരും കൊടുക്കുകയല്ലേ, അപ്പൊ കേട്ടി അടിച്ചിട്ടുണ്ടാവും, കൊടുക്കാം. അങ്ങനെ വേണ്ട, കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തു. ഏറ്റവും അവസാനം നോക്കുമ്പോൾ ആരാന്നറിയോ? കേന്ദ്രമന്ത്രി കിരൺ റിജിജു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ തകർത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ വിശ്വസിക്കണ്ടേ? ഇപ്പോ സംസ്ഥാന സർക്കാർ ഇവിടെ ഇടപെടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി
അതിനെക്കുറിച്ച് ഒരു എന്താണ് എക്സിൽ ഒരു കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. ഈ മട്ടിൽ വിശ്വസിച്ചു കൊടുത്തവരാണ് കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ. കാരണം ഓക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന്. സത്യത്തിൽ അതും പച്ച നുണയായിരുന്നു. അപ്പോ ഒരു പദ്ധതി അവിടെയുണ്ട്. ഈ ജിങ്കോയിസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക, വസ്തുതകളിൽ നിന്ന് അകറ്റുക, ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഈ കണ്ണുകളെ കൊണ്ടുചെന്ന് എത്തിക്കുക, ഇതെല്ലാം കച്ചവടമാക്കുക. ഇതെല്ലാം ഈ യുദ്ധമടക്കം കച്ചവടമാക്കുക എന്നുള്ള പദ്ധതിയിലേക്ക് ഈ മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. ഇപ്പൊ മാധ്യമ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ രീതി വളരെ മാറിയിരിക്കുന്നു പല മാധ്യമങ്ങളിലും. അതിപ്പോ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ കൊണ്ടാവാം, അങ്ങനെ. പക്ഷെ അപ്പോൾ വസ്തുതയായി മാത്രമേ ക്യാരി ചെയ്തു എന്ന് ഉറപ്പുണ്ടാവണ്ടേ? ഇപ്പൊ നിങ്ങളിപ്പോ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യം, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലെ ഇത്തരം നുണപ്രചാരണങ്ങളെ പൊളിച്ച ഒരാൾ, ഒരു ഹീറോ എന്ന നിലയ്ക്ക് ഈ സംഘർഷ കാലത്ത് വന്ന ഒരാളാണ് ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ച അതിന്റെ കോഫൗണ്ടറായ മുഹമ്മദ് സുബൈർ. പ്രത്യേകം മുഹമ്മദ് സുബൈറും കൂടെ ചേർന്നാണ് ആൾട്ട് ന്യൂസ് എന്ന് പറഞ്ഞൊരു പരിപാടി. എന്താ പറയുക, നമ്മളൊക്കെ ഈ കാണുന്ന ഈ നുണ എന്താണ് എന്ന്, ഈ വ്യാജ പ്രചാരണം എന്താണെന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയായത് ഈ ആൾട്ട് ന്യൂസ് എന്ന് പറയുന്നത്. അവര് എന്താ ചെയ്തെന്നറിയോ? അപ്പൊ പാകിസ്ഥാൻ ആദ്യം കുറെ നുണ പ്രചരിപ്പിച്ചു. എന്താണെന്നറിയോ? നിങ്ങളൊക്കെ വീഡിയോ ഗെയിം കളിക്കാറുണ്ടാവില്ലേ? വീഡിയോ ഗെയിമുകൾ, ഭയങ്കരമായ ഫയർ ചെയ്യുന്ന ഫ്ലൈറ്റുകൾ വരുന്ന, ബോംബിടുന്ന വീഡിയോ ഗെയിമുകളില്ലേ? ഈ വീഡിയോ ഗെയിമിന്റെ ഫുട്ടേജുകൾ കട്ട് ചെയ്തിട്ട് ഇത് ഒറിജിനലായിട്ട് അവിടെ നടന്ന അറ്റാക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്ത് കൊടുക്കുകയാണ്. ഈ വീഡിയോ ഗെയിമിന്റെ ഫുട്ടേജുകൾ മാധ്യമങ്ങൾ എടുത്ത് കൊടുത്തു. അപ്പോ ഈ മുഹമ്മദ് സുബൈറും പ്രതീകും കൂടി ഇരുന്നിട്ട് മണിക്കൂറുകൾ കുത്തിയിരുന്ന് ഈ വീഡിയോ ഗെയിമിന്റെ ഫുട്ടേജുകൾ കൂടി കണ്ടിട്ടാണ് ഇതിൽ ഒറിജിനൽ ഏതാണ്, നുണ ഏതാണ് എന്ന് തെരഞ്ഞെടുത്തത്. ഉത്തരവാദിത്തമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ എന്താ ചെയ്തത്? അങ്ങനെ എവിടെയെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്ത് വസ്തുതാപരമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട കണ്ടന്റ് മാത്രം കൊടുത്തു. അവർക്ക് ചിലപ്പോൾ 1ാം സ്ഥാനത്ത് എത്താൻ പറ്റില്ല, 1ാമത് ഓടാൻ പറ്റില്ല, ഏറ്റവും കൂടുതൽ ഐബോൾസ് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ തന്നെയാണ് അവർ മാധ്യമങ്ങൾ, അങ്ങനെ ഉത്തരവാദിത്തമുള്ള അപൂർവ മാധ്യമങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതെല്ലാം എടുത്ത് അങ്ങ് വിതരണം ചെയ്തു. മുമ്പ് യമനിലും സൗദി അറേബ്യയിലും പലസ്തീനിലും ഒക്കെ ഉണ്ടായ അറ്റാക്കുകളുടെ ഫുട്ടേജസ് എടുത്തിട്ട് ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ഈ മാധ്യമങ്ങൾ വിതരണം ചെയ്തു. നമുക്കൊരു കാര്യമല്ലേ, ഇപ്പം മരിച്ച വീട്ടിൽ ചെന്നാൽ അവന് ശവമായി കിടക്കണമെന്ന് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? എന്ന് വെച്ചാൽ മെയിൻ ആവണം എന്ന് പറയുന്ന മട്ടിലുള്ള ഒരവസ്ഥ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഇപ്പോ റിപ്പോർട്ടർമാർക്ക് മെയിൻ ആവണം അവിടെ ചെന്ന് കഴിയുമ്പോൾ. കാരണം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, ഇപ്പോ ശ്രീദേവി എന്ന് പറയുന്ന നടി മരിച്ചു. നടി ബാത്ടബിലാണ് മരിച്ചു കിടന്നത്. ഒരു ഹിന്ദി ചാനലിൽ ഞാൻ നോക്കുമ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഒരു ബാത്ടബിൽ കിടക്കുക. ശരിക്കും ബാത്ടബിൽ കിടന്നിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലെത്തുന്ന സംഭവം. അതുപോലെ ഞാൻ പറഞ്ഞത്, ഒരു മരണ വീട്ടിൽ ചെന്നാൽ ഒരു മരണം അറിയിക്കണമെങ്കിൽ അവിടെ ശവമായി കിടന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. ആ മട്ടിൽ തന്നെയാണ് ഈ സംഘർഷ സാഹചര്യത്തിൽ പല ഹിന്ദി ചാനലിലും പട്ടാള യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ വാർത്ത വായിക്കാൻ ഇറങ്ങിയത്. ഇനി ഒരു കണ്ടന്റ്, ഒരു ഡേറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എക്സ്പ്ലെയിനേഴ്സ് അവതരിപ്പിക്കാൻ, കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു വേഷമൊക്കെ കിട്ടി നിന്നോട്ടെ, കുഴപ്പമില്ല. ഇതങ്ങനെയല്ല. ഇത് യുദ്ധകാഹളം മുഴക്കുകയാണ്. പച്ച നുണ ഇങ്ങനെ വിളിച്ചു പറയാണ്, ഇങ്ങനെ വേഷം കെട്ടി നിന്നിട്ട്. ഇതെന്താ എന്നിട്ട് സംഭവിച്ചതെന്നറിയോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായി. സൈന്യം വളരെ വൃത്തിക്കാ കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് റഫാൽ യുദ്ധവിമാനങ്ങൾ, നമ്മുടെ ഭയങ്കര അഭിമാനമായി ഫ്രാൻസിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ, അത് ഈ സംഘർഷത്തിൽ പോയി പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ ഇത് വസ്തുതയാണോ എന്ന് സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. സൈന്യത്തോട് ചോദിച്ചപ്പോൾ സൈന്യം കൊടുത്ത മറുപടി എന്താണെന്നറിയാവോ? ഒരു യുദ്ധമാകുമ്പോൾ 2 പക്ഷത്തും നഷ്ടം ഉണ്ടാവും, ലാഭം മാത്രമല്ല യുദ്ധം. ഇതാണ് സൈന്യം കൊടുത്ത മറുപടി. രാഷ്ട്രീയ നേതൃത്വം അത് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ മാധ്യമങ്ങൾ അതല്ല ചെയ്തത്. മാധ്യമങ്ങൾ പാകിസ്ഥാന്റെ വെടിവെച്ചിടാവുന്ന പരമാവധി വിമാനങ്ങളെ റിപ്പോർട്ടർമാർ വെടിവെച്ചിട്ടു. സൈന്യം വെടിവെച്ചിട്ട കാര്യം കൃത്യമായി നമുക്കറിയില്ല. പക്ഷെ റിപ്പോർട്ടർമാർ അത്രയധികം മാധ്യമങ്ങളെ വെടിവെച്ചിട്ടു. അവിടെ അത്രയധികം പ്രദേശങ്ങൾ, റാവൽപിണ്ടിയൊക്കെ തകർത്തു. ഇത് മാധ്യമങ്ങളാണ് ചെയ്തത്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ
ഒരു ഭാഗത്ത് ശ്രമമുണ്ട്. ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗം കൂടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ? സൈന്യത്തെ ഇപ്പോ ഈ സംഘർഷം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സേനാ മേധാവികൾ വന്നിരുന്നിട്ടൊരു വാർത്താ സമ്മേളനം നടത്തി, ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെയാണ് ഈ നഷ്ടത്തെക്കുറിച്ചൊക്കെ അവർ വസ്തുതാപരമായി പറയുന്നത്. വളരെ പ്രൊഫഷണലായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. സത്യസന്ധമായി പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വവും ഇതേക്കുറിച്ച് കൂടുതൽ മിണ്ടാൻ തയ്യാറായില്ല ആ സമയത്ത്. അതുകൊണ്ട് വലിയ തോതിൽ നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടില്ല. പാകിസ്ഥാനിലെ സേനാ മേധാവിമാർ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അവർ ചെയ്ത പണി എന്താണെന്നറിയാമോ? ഈ പാകിസ്ഥാനിലെ സേനാ മേധാവിമാർ ഈ ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ പച്ച നുണ മുഴുവൻ അവർ പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇതാണ് ഇവന്മാരുടെ പരിപാടി. ഇവന്മാര് മറ്റേ ബോളിവുഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല, ബോളിവുഡിൽ സിനിമയെ കാണുന്ന യുദ്ധമാണ് ഒറിജിനൽ യുദ്ധം എന്നാണ് ഇവന്മാർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപഹസിച്ചു. അങ്ങനെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന റിപ്പോർട്ടിംഗ് ആണ് ഈ സംഘർഷത്തിൽ മാധ്യമങ്ങൾ നടത്തിയത്. പല ലക്ഷ്യങ്ങളും പല താല്പര്യങ്ങളും അതിന് പിന്നിൽ ഉണ്ടാവാം എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയാണ് ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്.